ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തിപ്പിലെ ആചാരലംഘനങ്ങൾ അക്കമിട്ട് നിർത്തുന്നുണ്ട് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്. ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം. അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം ഏതാണ്ട് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയുണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. ആചാരലംഘനം എന്നത് വ്യാജ വാർത്തയാണ് എന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണത്തിലുള്ള തിരിച്ചടി കൂടിയാണിത്. വിഷയം സംഘപരിവാർ മാധ്യമങ്ങളുടെ പ്രചാരണമാണ് എന്നാണ് നേതൃത്വം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഇതിനിടെ ആചാരലംഘന വിഷയത്തിൽ പള്ളിയോട സേവാ സംഘം നിലപാട് തിരുത്തി. വിഷയം വിവാദമാക്കിയതിനു പിന്നിൽ ക്ഷേത്ര ഉപദേശക സമിതി, ദേവസ്വം ബോർഡ് ഗൂഢാലോചന കൂടി സംശയിക്കുന്നുണ്ട് പള്ളിയോട സേവാ സംഘം. അതേസമയം കുറ്റം മുഴുവൻ പള്ളിയോട സേവാ സംഘത്തിന് മേൽ ചാർത്തുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പള്ളിയോട സേവാ സംഘം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിസ്റ്റർ അവിടെ പോകുന്നത്. അവർ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ തന്നെയാണ് ആനയിച്ചു കൊണ്ടുപോയതും വിളക്ക് കത്തിച്ചതും. അവരുടെ ഡയറക്ഷനിലാണ് ഇതെല്ലാം നടന്നത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്യണമെന്നില്ലല്ലോ. കാര്യങ്ങൾ ബോർഡിന് ബോധ്യപ്പെട്ട് പരിഹാരമാർഗം കൂടി തേടിയ സാഹചര്യത്തിൽ തന്ത്രി നിശ്ചയിച്ച വിധിപ്രകാരമുള്ള നടപടികൾ തന്നെ തുടർന്ന് പ്രതീക്ഷിക്കാം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്താനുണ്ട്. കാരണം തന്ത്രിയുടെ പ്രതികരണം വന്നു, ദേവസ്വം ബോർഡിന്റെ പ്രതികരണം വന്നു, VN വാസവന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങൾ കേട്ടു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ചില കാര്യങ്ങൾ, എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ മറന്നേക്കാനുണ്ട്. പ്രത്യേകിച്ച് ആചാരലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും പറയുമ്പോൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് CPMന്റെ നിലപാട് വരുമ്പോൾ അതിനെ പൊളിച്ച് അടുക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഇതിലുള്ള ഇടപെടൽ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സദ്യയുമായി ബന്ധപ്പെട്ട വാസ്തവങ്ങൾ, ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം നമ്മൾ പരിശോധനയിലേക്ക് പോകുമ്പോൾ അനന്തകൃഷ്ണൻ എന്നോടൊപ്പം ചേരുകയാണ്. അനന്തൻ, ഇത് ഈ വിഷയത്തിന്മേൽ തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വെളിച്ചത്തേക്ക് വരികയാണ്. കാരണം ആചാരലംഘനമേ ഉണ്ടായിട്ടില്ല എന്ന അഡമന്റ് സ്റ്റാൻഡ് എടുക്കുകയാണ് CPMും CPMന്റെ ജില്ലാ സെക്രട്ടറിയും. അത് പൊളിക്കുന്നതാണോ? ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്തിരിക്കുകയാണ്. ഇതിൽ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട് ഇതിലേക്ക് തന്ത്രിയെ പോയി കാണുന്നതും തന്ത്രി ഇക്കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് ദേവസ്വത്തിന്റെയും ഈ അമ്പലവുമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ ഇതിലെ വാസ്തവം എന്താണ് അനന്തൻ പുറത്തേക്ക് വരുന്നത്? ഇതിലെ ആചാരലംഘനം എന്ന കാര്യത്തിൽ തന്ത്രി ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രജീഷ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ, അതായത് സെപ്റ്റംബർ മാസം നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ആണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കക്ഷി. അതാണൊരു പ്രശ്നം. ഇത് വിഷയം ഇപ്പോൾ വലിയ സങ്കീർണമാണ്. അപ്പോൾ എന്താണ് ആചാരം? ഇപ്പം സാധാരണ ഈ വാർത്തയൊക്കെ കേട്ടുന്നതിൽ നിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ധാരണ ഇത് തന്ത്രി എന്തോ ആചാരലംഘനം ഉണ്ടെന്ന് പറഞ്ഞു, അതല്ല പള്ളിയോട സേവാ സമിതി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആചാരലംഘനം നടന്നു എന്ന് ആദ്യം ഉന്നയിക്കുന്ന ആചാരലംഘന പ്രശ്നം ആദ്യം ഉന്നയിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് തന്ത്രിക്ക് കത്തയക്കുന്നത്. ഇന്ന ദിവസം അഷ്ടമിരോഹിണി സദ്യയുടെ സമയത്ത് ഈ സദ്യ വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് സദ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ദേവനെ നിവേദിക്കുന്നതിന് മുമ്പ് സദ്യ വിളമ്പിയത് ആചാരലംഘനമാണ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൊറിയായിരുന്നു. ഒരു അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഈ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ തന്ത്രിക്ക് കത്തയക്കുന്നത്. അതിൽ തന്ത്രിയുടെ തിരിച്ചുള്ള മറുപടി കത്ത് ആണ് പുറത്തു വന്നത്. അതിലാണ് തന്ത്രി പറയുന്നത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആ ദിവസങ്ങളിലെ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആചാരലംഘനമാണ്. ഒരു കാര്യം, ഈ പള്ളിയോട സേവാ സംഘം എന്നത് പുതിയ കാര്യമല്ല ആറന്മുള എന്നുള്ളത് വ്യക്തമാണ്. എത്രയോ ഈ വള്ളസദ്യകൾ നടത്തുകയും പള്ളിയോട സംഘങ്ങൾ എത്രത്തോളം അവർക്ക് പ്രാധാന്യമുണ്ട്, ഈ ചടങ്ങിൽ പ്രാധാന്യമുണ്ട് എന്ന് അറിയാത്തവരല്ല. അപ്പോൾ അവിടെ ദേവന് നിവേദിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മന്ത്രി ആരോ ആയിക്കോട്ടെ, അവർക്ക് അതിനു മുമ്പ് നൽകുമ്പോൾ ഈ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും എടുത്ത ആചാരമൊക്കെ അറിയാതിരിക്കുന്നവരാണോ ഈ പള്ളിയോട സേവാ സംഘങ്ങൾ? അതിലാണ് ഇതിനകത്തൊരു പ്രശ്നമുള്ളത്. അതായത് പള്ളിയോട സേവാ സംഘം ഇന്നലെ എടുത്ത നിലപാടല്ല. ഇപ്പോൾ മാതൃഭൂമി പത്രം എൻ്റെ കയ്യിലുണ്ട്. മാതൃഭൂമി പത്രത്തിൽ പള്ളിയോട സേവാ സംഘം ഇന്നലെ എടുത്ത നിലപാടെന്ന് പറയുന്നത് മന്ത്രി VN വാസവൻ ഭക്ഷണം കഴിച്ചത് വള്ളസദ്യയിലല്ല, ഊട്ടുപുരയിൽ ക്ഷണിതാക്കൾക്കുള്ള സദ്യയായിരുന്നു. അത് തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ആരോ അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഈ നിലപാട് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഇന്നത് മാറ്റിയിട്ടുണ്ട്. ഇന്ന് അത് ആചാരലംഘനമാണ് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ എന്ന് പറയുന്നത് അത്രയും പരിപാവനമായൊരു സംഗതിയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നതിൽ കൂടാൻ ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ അവിടെ
അതിന്റെ ആചാരങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവരാണല്ലോ അവിടെ നിൽക്കുന്നത്. അതെ, തീർച്ചയായും. മന്ത്രിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയണമെന്നില്ല. അവിടെ വരുന്ന മന്ത്രിമാർക്കോ പുറത്തു നിന്ന് വന്നവർക്കോ ആചാരം അറിയണമെന്നില്ല. അപ്പോൾ അവിടെ ഉച്ചപൂജ കഴിഞ്ഞിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ടാണോ മന്ത്രി ഇലയിടുന്നത്? മന്ത്രി ഇലയിടുമ്പോൾ എന്തായാലും ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതിനിടയിൽ കൂടെ ആരും കാണാമെന്ന് മന്ത്രി കഴിച്ചിട്ട് പോയതല്ല. അപ്പോൾ അവിടെ മന്ത്രിക്ക് ഇലയിട്ടു, മന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്തു. ആ ഇലയിടുമ്പോൾ അവിടെ നിൽക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരിമാർക്കും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അധികൃതർക്കും പള്ളിയുടെ സേവാ സംഘത്തിനും ഒക്കെ പറയാം ഇങ്ങനൊരു ആചാരം കൂടെ ഉണ്ട്, ദേവനെ നിവേദിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കും. അത് മന്ത്രി അതനുസരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ, മന്ത്രി അത് അനുസരിക്കുകയും ചെയ്യും. അതല്ല എനിക്കിപ്പോൾ കഴിച്ചിട്ട് പോകണം, എനിക്ക് വയറ് വിശക്കാമെന്നും പറഞ്ഞിട്ടല്ലല്ലോ വാസവൻ അവിടെ നിന്ന് കഴിച്ചത്. അപ്പോൾ ഇതിന്റെ മറു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു ഞാൻ അതാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ PS പ്രശാന്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ എന്താണ് ഈ പള്ളിയുടെ സേവാ സംഘത്തെ ഉന്നമിട്ടാണ് പറയുന്നത്. അതൊരു പുതിയ കാര്യമല്ല. കാരണം അവിടുത്തെ ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എടുത്തുന്ന നേരത്തെ ഒരു സ്റ്റാൻഡ്, അവർ തമ്മിലുള്ള റിഫ്റ്റ്, പുതിയ ഉരസൽ, ഈ അസ്വാരസ്യങ്ങൾ പുതിയ കാര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക താല്പര്യം ദേവസ്വം ബോർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തെ വെച്ചാണ് കളിക്കുന്നത്. ക്ഷേത്രത്തെ വെച്ച് ഈ രീതികൾ ഭൂഷണമാണോ എന്നുള്ളത് CPM-ന്റെ ഇന്നലത്തെ പ്രതികരണം അത് ആരോ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തുനിന്നുള്ള ഏതോ സംഘടനകളോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോട് ഉന്നയിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതിനകത്ത് ആചാര പ്രശ്നം ഉന്നയിച്ചത്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് എടുത്ത ഒരു നിലപാട്, അത് ഭക്ഷണം പൈസ അടച്ചാൽ ആർക്കും കഴിക്കാമെന്നുള്ള നിലപാട്. അപ്പോൾ പള്ളിയുടെ സേവാ സംഘം വന്നത് എന്താ ഹോട്ടൽ ഭക്ഷണമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ പള്ളിയുടെ സേവാ സംഘവും തമ്മിൽ ഒരു ചെറിയ ഒരു ആശയഭിന്നതയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ വിവാദം ഈ വൈകി ഉയർന്നു വന്നതെന്നൊക്കെയുള്ള സംശയം ആറന്മുളക്കാർക്കുണ്ട്. ആറന്മുളക്കാരത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ആറന്മുള ക്ഷേത്രമാണ്. അവിടെ പരിപാവനമായ ഒരു ചടങ്ങാണ് വള്ളസദ്യ. അതിലെ ഈ അനാവശ്യമായ വിവാദം ഒഴിവാക്കി പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്ത് അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൂടുതൽ പ്രസ്താവനകളൊക്കെ നടത്തിയത് കൂടുതൽ വൾഗറാക്കരുതെന്നാണ്. തീർച്ചയായും അതാണ് പരിപാവനമായ ക്ഷേത്രഭൂമിയെ വിവാദത്തിന്റെ വേലിയേറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് ഭൂഷണമല്ല. കാരണം തുടർ പ്രതികരണങ്ങളോ രാഷ്ട്രീയമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് പ്രായശ്ചിത്തമാണെങ്കിൽ ആ പ്രായശ്ചിത്തം തന്ത്രിയാണ് ഒരു പരമാധികാരം. തന്ത്രിയുടെ വാക്കുകളാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അവസാനമായി വരേണ്ടത്. അവിടെ തീരേണ്ടതാണ് ഈ വിവാദങ്ങൾ.